നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മസാല കപ്പലണ്ടിയാണ്. നിലക്കടല എന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്ന അതേ സാധനം തന്നെയാണ് ഇത്. മസാല കപ്പലണ്ടിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നറിയാം, എങ്കിലും പറയാം. നമ്മുടെ നാട്ടിൽ രണ്ട് തരം മസാല കപ്പലണ്ടി കിട്ടും. ഒന്ന് ഇത്തിരി മുളക് പൊടി, ഉപ്പ് മാത്രം ചേർത്തുള്ള ഒരു രസികൻ സാധനവും മറ്റൊന്ന് ഒരു കോട്ടിംഗ് ഉള്ള ടൈപ്പ് അതിരസികനും. ഭൂരിഭാഗം ആൾക്കാർക്കും ആ രണ്ടാമത് പറഞ്ഞ അതിരസികനോട് ഒരിഷ്ടം കൂടുതലുണ്ടാകുമെന്നറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. 2 കപ്പ് പച്ചക്കപ്പലണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 3-4 ദിവസം കുറയ്ക്കാൻ അതൊക്കെ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്തിരി വെള്ളം, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇനി നമുക്ക് കപ്പലണ്ടിയുടെ പുറമേ കാണപ്പെടുന്ന ആ കോട്ടിങ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് കടൽമാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വളരെ സഹായകരമാണ്. കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കും. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിൽ ചേർക്കാം. സാധാരണ മസാല കപ്പലണ്ടി നല്ല ചുവന്ന കളറിലല്ലേ ഉള്ളത്. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർക്കാം. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ എരിവിന് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പക്ഷേ അതിനത്ര എരിവില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ 1 നുള്ളു കായം കൂടി ചേർക്കുക. ഈ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പുരട്ടിയ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് കുഴയ്ക്കുക. മാവ് കപ്പലണ്ടി നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഇട്ട് കുഴയ്ക്കുന്നത്. നന്നായി കുഴച്ചെടുക്കുക.
ഇനിയാണ് അല്പം ബുദ്ധിമുട്ടുള്ള പണി. കപ്പലണ്ടി ഓരോന്നും മസാല പുരട്ടി മാറ്റി വയ്ക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ചായയുടെ കൂടെ മുരിഞ്ഞ കപ്പലണ്ടി കഴിക്കുന്ന കാര്യം ആലോചിച്ചാൽ ഇതൊന്നും തീരെ ബുദ്ധിമുട്ടല്ലല്ലോ. ഇങ്ങനെ ഓരോന്നും മാറ്റി വയ്ക്കുമ്പോൾ ഓരോന്നിൻ്റെയും പുറമെ മസാല നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി എളുപ്പമാണ്. എണ്ണ ചൂടാക്കുക. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. ഇനി കപ്പലണ്ടി എണ്ണയിലേക്ക് പെറുക്കിയിട്ട് വറുത്ത് കോരുക. ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായി ഇടുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് വേറെ വേറെ ഇടുന്നത്. അപ്പോൾ ഇനി ഒരു കപ്പ് ചായയുമായി പുറത്ത് മഴ പെയ്യുന്നു നോക്കിയിരുന്ന ഈ മസാല കപ്പലണ്ടി കുറച്ചൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമായി ഇത് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.